അസ്സലാമു അലൈക്കും. ബലാഗ സംബന്ധമായ ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അറബി കേട്ടറ്റ് പരീക്ഷയിലും അതുപോലെ അറബി PSC പരീക്ഷകളിലും ബലാഗ സംബന്ധമായ നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്ന് അത് സംബന്ധമായ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. പരീക്ഷയ്ക്ക് വേണ്ടുന്ന വിധത്തിൽ അധികം വിശദീകരണങ്ങളില്ലാതെയാണ് ഈ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേട്ടറ്റ് പരീക്ഷകളിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങളും ഇതിനിടയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. തശ്ബീഹു, ഉപമ. എന്താണ് തശ്ബീഹ് എന്ന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കലാമുഹു കൽ അസലി ഫിൽ ഹലാവതി. മുകളിൽ കാണുന്ന ഉദാഹരണം ശ്രദ്ധിക്കുക. കലാമുഹു കൽ അസലി ഫിൽ ഹലാവതി. കലാമുഹു, അവന്റെ സംസാരം, കൽ അസലി, തേൻ പോലെയാണ്, ഫിൽ ഹലാവതി, മാധുര്യത്തിൽ. മാധുര്യത്തിന്റെ കാര്യത്തിൽ അവന്റെ സംസാരം തേൻ പോലെയാണ്. അവന്റെ സംസാരത്തെ തേനിനോട് ഉപമിക്കുകയാണ്. ഇങ്ങനെ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് ഉപമിക്കുന്നതിനെ നമുക്ക് തശ്ബീഹ് എന്ന് പറയാം. എന്താണ് തശ്ബീഹ്? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? താഴെ അതിന്റെ താരീഫുഹു, അതിന്റെ താരീഫ് അഥവാ അതിന്റെ ഡെഫിനിഷൻ നൽകിയിരിക്കുകയാണ്. ബയാനു അന്ന ശൈഅൻ ഔ അശ്യാഅ ശാറകത് ഗൈറഹ ഫീ സിഫത്തിൻ ഔ അക്സർ ബിഅദാത്തിൻ ഹിയ അൽകാഫ് ഔ കഅന്ന ഔ മിത്ല വഗൈരിഹ മൽഫൂളതൻ ഔ മൽഹൂളതൻ. അത് നമ്മൾ മനഃപ്പാഠമാക്കുക. എന്താണ് തശ്ബീഹ് എന്നതിന്റെ താരീഫാണ്, അതിന്റെ ഡെഫിനിഷനാണത്. ബയാൻ അന്ന ശൈഅൻ ഔ അശ്യാ. ബയാൻ എന്നാൽ വിശദമാക്കുക. അന്ന ശൈഅൻ ഔ അശ്യാ, ഒരു വസ്തു അല്ലെങ്കിൽ കുറെ വസ്തുക്കൾ, ഷാറക്കത്ത് ഗൈറഹ, മറ്റൊന്നിനോട് പങ്കു ചേർന്നിരിക്കുന്നു, ഫി സിഫത്തിൻ, ഒരു ഗുണത്തിൽ, ഔ അക്സർ, അല്ലെങ്കിൽ ഒന്നിലേറെ ഗുണങ്ങളിൽ ഒരു വസ്തു മറ്റൊന്നിനോട് പങ്കു ചേർന്നിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നതിനെയാണ് തശ്ബീഹ് എന്ന് പറയാം. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ബി അദാത്തിൻ, ഒരു അദാത്ത് അതിൽ പ്രയോഗിച്ചിരിക്കും. ഹിയ അൽ കാഫ്, കാഫായിരിക്കും ചിലപ്പോൾ, ഔ കഅന്ന എന്നായിരിക്കും, ഔ മിത്ല വഗൈരിഹ മൽഫൂളതൻ ഔ മൽഹൂളതൻ. ചിലപ്പോൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് കലാമുഹു കൽ അസലി, അവന്റെ സംസാരം തേൻ പോലെയാണ്. പോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ചില വാക്കുകൾ പ്രയോഗിക്കും. ഈ ഉദാഹരണത്തിൽ ക എന്നാണല്ലോ പ്രയോഗിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് കഅന്ന എന്ന് പറയും, ചിലപ്പോൾ മിസ്ല എന്ന് പറയും. ഇപ്പൊ കലാമുഹു മിസ്ലൽ അസലി എന്ന് പറയാം, കലാമുഹു കൽ അസലി എന്ന് പറയാം. അങ്ങനെ ക എന്നോ കഅന്ന എന്നോ മിസ്ല എന്നോ ഒക്കെയുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുക. ചിലപ്പോൾ ഇത് ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും, അതാണ് മൽഫൂദത്തൻ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാൽ നമുക്ക് സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകും ഇത് ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിച്ചതാണ് എന്ന്. അങ്ങനെയുള്ളതിനെയാണ് മൽഹൂദത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ താരീഫ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഈ തശ്ബീഹ് നമ്മൾ പരിശോധിച്ചാൽ ഏതൊരു തശ്ബീഹിനും 4 ഭാഗങ്ങൾ ഉണ്ടാകും. മുശബ്ബഹ്, മുശബ്ബഹ് ബിഹി, അദാത്തു തശ്ബീഹ്, വജ്ഹു ശിബ്ഹ്. മുശബ്ബഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ അവന്റെ സംസാരത്തെയാണ് തേനിനോട് ഉപമിച്ചത്. അപ്പൊ അവന്റെ സംസാരത്തെയാണ് മുശബ്ബഹ് എന്ന് പറയുന്നത്. ഏതിനെയാണോ നമ്മൾ ഉപമിക്കുന്നത് അതാണ് മുശബ്ബഹ്. മുശബ്ബഹ് ബിഹി എന്നാൽ ഏതിനോടാണോ നമ്മൾ ഉപമിക്കുന്നത് അതിനെയാണ് മുശബ്ബഹ് ബിഹി എന്ന് പറയാം. ഇവിടെ അവന്റെ സംസാരത്തെ ഏതിനോടാ ഉപമിച്ചത്? തേനിനോടാണ്. അപ്പൊ തേന് എന്നതാണ് മുശബ്ബഹ് ബിഹി. ഇവിടെ പോലെ, അവന്റെ സംസാരം തേൻ പോലെയാണ് എന്ന് പറയാൻ വേണ്ടി പോലെ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്ക് ഏതാണ്? ക എന്നാണ്. ആ വാക്കിനെയാണ്, ക എന്ന വാക്കിനെയാണ് അദാത്തു തശ്ബീഹ് എന്ന് പറയാം. ചിലപ്പോൾ അത് കഅന്ന എന്നാവാം, ചിലപ്പോൾ മിസ്ല എന്നുമാവാം. അതിൻ്റെ ഒക്കെ അർത്ഥം പോലെ എന്നാണല്ലോ. അപ്പോൾ പോലെ എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്ക് വരും, അതിനെയാണ് അദാത്തു തശ്ബീഹ് എന്ന് പറയാം. പിന്നെയാണ് വജ്ഹു ശിബ്ഹ്, 4ാമത്തെ ഭാഗം. ഏതൊരു തശ്ബീഹിന്റെയും 4ാമത്തെ ഭാഗമാണ് വജ്ഹു ശിബ്ഹ്. വജ്ഹു ശിബ്ഹ് എന്ന് പറഞ്ഞാൽ അവന്റെ സംസാരം തേൻ പോലെയാണ്. ഏത് കാര്യത്തിൽ എന്ന ആ ഭാഗമാണ് വജ്ഹു ശിബ്ഹ്. ഫിൽ ഹലാവതി, മാധുര്യത്തിൽ. അതാണല്ലോ വജ്ഹു ശിബ്ഹ്. അതാണ്. എങ്ങനെ
ഈ 4 ഭാഗങ്ങൾ ഏതൊരു തശ്ബീഹിലും ഉണ്ടായിരിക്കും. മുശബ്ബഹ്, മുശബ്ബഹ് ബിഹി, അദാത്തു തശ്ബീഹ്, വജ്ഹു ശിബ്ഹ്. മുശബ്ബഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയാണോ അല്ലെങ്കിൽ ആരെയാണോ ഉപമിക്കുന്നത് അയാളാണ് മുശബ്ബഹ്. മുശബ്ബഹ് ബിഹി എന്ന് പറഞ്ഞാൽ ആരോടാണോ നമ്മൾ ഉപമിക്കുന്നത് അല്ലെങ്കിൽ എന്തിനോടാണോ ഉപമിക്കുന്നത് അതിനെയാണ് മുശബ്ബഹ് ബിഹി എന്ന് പറയുന്നത്. അദാത്തു തശ്ബീഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. വജ്ഹു ശിബ്ഹ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണോ അവ ഒരുപോലെ ആയിരിക്കുന്നത് അതിനെയാണ് ഫിൽ ഹലാബത്തി, മാധുര്യത്തിന്റെ കാര്യത്തിൽ, അതിനെയാണ് വജ്ഹു ശിബ്ഹ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മുശബ്ബഹും മുശബ്ബഹ് ബിഹിയും ഇല്ലാതെ ഒരു തശ്ബീഹ് ഉണ്ടാവുകയില്ല. ഒരു തശ്ബീഹ് ഉണ്ടാവണമെങ്കിൽ മുശബ്ബഹും വേണം, മുശബ്ബഹ് ബിഹിയും വേണം. അതായത് അവൻ സിംഹത്തെ പോലെയാണ് എന്ന് പറയുമ്പോഴാണല്ലോ ഒരു ഉപമയുണ്ടാകുന്നത്, ഒരു തശ്ബീഹ് ഉണ്ടാവുന്നത്. അപ്പൊ അവനും വേണം, സിംഹവും വേണം. ആ 2 പദങ്ങളും ഇല്ലാതെ എങ്ങനെയാ ഒരു തശ്ബീഹ് ഉണ്ടാവുക? അത് രണ്ടും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. അവൻ സിംഹത്തെ പോലെയാണ് ധീരതയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ധീരതയിൽ എന്ന് പറയുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ധീരത ഉണ്ടാവേണ്ടത്? അവനാണോ സിംഹത്തിനാണോ? നമ്മൾ ഒരാളെ ഒരു മറ്റൊരു വസ്തുവിനോട് ഉപമിക്കുമ്പോൾ ആർക്കാണ് ആ സ്വഭാവം കൂടുതൽ ഉണ്ടാവേണ്ടത്? വജ്ഹു ശിബ്ഹ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് മുശബ്ബഹ് ബിഹിയിലാണ്. അഥവാ അവൻ സിംഹത്തെ പോലെയാണ് ധീരതയിൽ എന്ന് പറയുമ്പോൾ ധീരത സിംഹത്തിനാണ് കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത്. വയജിബു അൻ യകൂന വജ്ഹു ശിബ്ഹ് അഖ്വ വഅദ്ഹർ ഫിൽ മുശബ്ബഹ് ബിഹി മിൻഹു ഫിൽ മുശബ്ബഹ്. മുശബ്ബഹിൽ ഉള്ളതിനേക്കാളേറെ മുശബ്ബഹ് ബിഹിയിലാണ് വജ്ഹു ശിബ്ഹ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്. അഖ്സാമു തശ്ബീഹ്, തശ്ബീഹിന്റെ ഇനങ്ങൾ. നേരത്തെ അർക്കാനു തശ്ബീഹിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അഥവാ ഒരു തശ്ബീഹിൽ ഉണ്ടാകാവുന്ന 4 ഘടകങ്ങളെ സംബന്ധിച്ച് മുശബ്ബഹ്, മുശബ്ബഹ് ബിഹി, അദാത്തു തശ്ബീഹ്, വജ്ഹു ശിബ്ഹ് എന്നിവയെക്കുറിച്ച്. അവയാണ് അർക്കാനു തശ്ബീഹ് എന്ന് പറയുന്നത്. ഇതിൽ അദാത്തു തശ്ബീഹിനെയും വജ്ഹു ശിബ്ഹിനെയും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഒരു തശ്ബീഹിൽ നിന്ന് അദാത്തു തശ്ബീഹിനെയും വജ്ഹു ശിബ്ഹിനെയും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി കളയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തശ്ബീഹിനെ നമ്മൾ 5 വിഭാഗമായിട്ട് വേർതിരിക്കുന്നത്. എന്താണ്? വളരെ സിമ്പിളാണ്. ഒന്ന് അദാത്തു തശ്ബീഹ് ഉള്ളത്, രണ്ടാമത്തത് അദാത്തു തശ്ബീഹ് ഇല്ലാത്തത്, മൂന്നാമത്തത് വജ്ഹു ശിബ്ഹ് ഉള്ളത്, നാലാമത്തത് വജ്ഹു ശിബ്ഹ് ഇല്ലാത്തത്, അഞ്ചാമത്തത് വജ്ഹു ശിബ്ഹും അദാത്തു തശ്ബീഹും ഇല്ലാത്തത്. ഇങ്ങനെ തശ്ബീഹിനെ നമുക്ക് 5 വിഭാഗമായിട്ട് വേർതിരിക്കാം. ഇതിനൊക്കെ അടിസ്ഥാനം നമുക്ക് വേണമെങ്കിൽ അദാത്തു തശ്ബീഹിനെയും വജ്ഹു ശിബ്ഹിനെയും ഒഴിവാക്കാം എന്നതാണ്. വജ്ഹു ശിബ്ഹ് വേണമെങ്കിൽ പറയാം, പറയാതിരിക്കാം. പറഞ്ഞാൽ അതൊരിനം, പറയാത്തത് വേറൊരിനം. അങ്ങനെ മൊത്തം 5 വിഭാഗമായിട്ട് നമുക്ക് തശ്ബീഹിനെ വേർതിരിക്കാം. അതിനൊക്കെ വ്യത്യസ്തമായ പേരുകളുണ്ട്. അതാണ് നമ്മൾ പ്രത്യേകം മനഃപ്പാഠമാക്കേണ്ടത്. നമുക്ക് നോക്കാം. ഒന്നാമത് തശ്ബീഹുൽ മുർസൽ ഹുവ മാ ദുകിറത് ഫീഹി അദാത്തു തശ്ബീഹ്. അദാത്തു തശ്ബീഹ് പറയപ്പെട്ടതിനെയാണ് തശ്ബീഹുൽ മുർസൽ എന്ന് പറയുന്നത്. ഹുവ അത് മാ ദുകിറത് പറയപ്പെട്ടതാണ്, ഫീഹി അതിൽ അദാത്തു തശ്ബീഹ്, അതിൽ അദാത്തു തശ്ബീഹ് പറഞ്ഞിരിക്കും. നേരത്തെ നമ്മൾ കണ്ട ആ ഉദാഹരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കലാമുഹു കൽ അസലി ഫിൽ ഹലാവതി. കലാമുഹു അവൻ്റെ സംസാരം, കൽ അസലി തേൻ പോലെയാണ്, ഫിൽ ഹലാവത്തി മാധുര്യത്തിൽ. പോലെ എന്ന അർത്ഥമുള്ള ക, അതിനെയാണ് അദാത്തു തശ്ബീഹ് എന്ന് പറയുന്നത്. അത് ഈ തശ്ബീഹിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതൊരു തശ്ബീഹുൽ മുർസലാണ്. അദാത്തു തശ്ബീഹ് ഉള്ളത് കൊണ്ട് ഇതിനെ തശ്ബീഹുൽ മുർസൽ എന്നാണ് പറയുക. ഇനി രണ്ടാമത്തെ നോക്കാം. ആ തശ്ബീഹുൽ മുഅക്കദ് ഹുവ മാ ഹുദിഫത് മിൻഹു അദാത്തു തശ്ബീഹ്. അദാത്തു തശ്ബീഹ് ഒഴിവാക്കിയതിനെയാണ് തശ്ബീഹുൽ മുഅക്കദ് എന്ന് പറയുക. ഇതേ ഉദാഹരണം തന്നെ അല്പം മാറ്റത്തോടു കൂടി താഴെ കാണാം. കലാമുഹു അസലുൻ, കലാമുഹു അസലുൻ, അവിടെ ക ഒഴിവാക്കി. കലാമുഹു അസലുൻ ഫിൽ ഹലാവതി, അവൻ്റെ സംസാരം തേനാണ്, മാധുര്യത്തിൽ തേനാണ്, തേൻ പോലെയാണ്. പോലെ എന്ന വാക്ക് ഒഴിവാക്കി, അഥവാ അദാത്തു തശ്ബീഹ് ഒഴിവാക്കി. എന്നാലും ഇതൊരു ഉപമയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അവൻ്റെ സംസാരത്തെ തേനിനോട് ഉപമിക്കുകയാണ്.
അപ്പോൾ ഇതിൽ നിന്ന് അദാത്തു തശ്ബീഹിനെ ഒഴിവാക്കിയത് കൊണ്ട് ഈ തശ്ബീഹിന് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വേണമെങ്കിൽ അദാത്തു തശ്ബീഹിനെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറയുന്നത്. ഇങ്ങനെ അദാത്തു തശ്ബീഹിനെ ഒഴിവാക്കിയ തശ്ബീഹുകളെ തശ്ബീഹ് അൽ മുഅക്കദ് എന്നാണ് പറയുക. അപ്പോൾ തശ്ബീഹിന്റെ 2 ഇനങ്ങൾ നമ്മൾ പഠിച്ചു. അദാത്തു തശ്ബീഹ് പറഞ്ഞത്, അദാത്തു തശ്ബീഹ് പറയാത്തത്. തശ്ബീഹുൽ മുർസല്, തശ്ബീഹുൽ മുഅക്കദ്. മൂന്നാമത്തത് തശ്ബീഹുൽ മുഫസ്സൽ. അത് ഹുവ മാ ദുകിറ ഫീഹി വജ്ഹു ശിബ്ഹ്. വജ്ഹു ശിബ്ഹ് പറയപ്പെട്ടതിനെയാണ് തശ്ബീഹുൽ മുഫസ്സൽ എന്ന് പറയാം. ഒരു തശ്ബീഹിൽ വജ്ഹു ശിബ്ഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തശ്ബീഹുൽ മുഫസ്സൽ എന്നാണ് പറയാ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കലാമുഹു കൽ അസലി ഫിൽ ഹലാവത്തി. നേരത്തെ കണ്ട അതേ ഉദാഹരണം. ഇവിടെ വജ്ഹു ശിബ്ഹ് ഏതാണ്? കലാമുഹു, അവന്റെ സംസാരം, കൽ അസലി, തേൻ പോലെയാണ്, ഫിൽ ഹലാവത്തി, മാധുര്യത്തിൽ. എന്ത് കാര്യത്തിലാണ് അവന്റെ സംസാരം തേൻ പോലെ? ഫിൽ ഹലാവത്തി, മാധുര്യത്തിൽ. അപ്പൊ ഫിൽ ഹലാവത്തി എന്നതിനെയാണ് വജ്ഹു ശിബ്ഹ് എന്ന് പറയുക. ഇവിടെ വജ്ഹു ശിബ്ഹ് പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ തശ്ബീഹ് തശ്ബീഹുൽ മുഫസ്സലാണ്. ഈ തശ്ബീഹിനെ നമുക്ക് മറ്റൊരു രൂപത്തിൽ കൂടി പറയാം. വജ്ഹു ശിബ്ഹ് പറഞ്ഞുകൊണ്ട് തന്നെ അല്പം ഒരു മാറ്റത്തോടു കൂടി പറഞ്ഞതാണ് അതിന്റെ നേർ മറുഭാഗത്ത് കാണുന്നത്. കലാമുഹു അസലുൻ ഫിൽ ഹലാവത്തി. അവന്റെ സംസാരം തേനാണ്. കലാമുഹു, അവന്റെ സംസാരം, അസലുൻ, തേനാണ്, ഫിൽ ഹലാവത്തി, മാധുര്യത്തിൽ. അതും അവിടെയും ഫിൽ ഹലാവത്തി എന്ന വജ്ഹു ശിബ്ഹ് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ലേശം ഒരു മാറ്റമുണ്ട്. എന്താണ് മാറ്റം? ഇവിടെ ക എന്ന അദാത്തു തശ്ബീഹ് പറഞ്ഞിട്ടില്ല. ആദ്യത്തേതിൽ കൽ അസലി എന്ന് പറഞ്ഞിരിക്കുന്നു, രണ്ടാമത്തേതിൽ ക ഒഴിവാക്കി അസലുൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രണ്ടിലും വജ്ഹു ശിബ്ഹ് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. വജ്ഹു ശിബ്ഹ് അഥവാ ഫിൽ ഹലാവത്തി എന്ന വജ്ഹു ശിബ്ഹ് രണ്ടിലുമുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും തശ്ബീഹുൽ മുഫസ്സലുകളാണ്. പക്ഷേ ഒരു സംശയം ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടാകും. ഇതേ ഉദാഹരണം തന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്? അവിടെ ഒരു ഉദാഹരണത്തെക്കുറിച്ച് നേരത്തെ മുർസൽ എന്ന് പറഞ്ഞു. ആദ്യത്തെ ഉദാഹരണം മുർസലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഉദാഹരണം മുഅക്കദാണ് എന്നും അല്ലേ നേരത്തെ പറഞ്ഞത്? ശരിയാണ്, നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് നോക്കിയിട്ടാണ് നമ്മൾ അത് മുർസലാണെന്ന് പറഞ്ഞത്? അവിടെ അദാത്തു തശ്ബീഹ് ഉണ്ടോ ഇല്ലേ എന്നത് നോക്കിയിട്ടാണ് മുർസൽ എന്നും മുഅക്കദ് എന്നും പറഞ്ഞത്. ഇവിടെ ഒന്നാമത്തെ ചുവന്ന കളറിലുള്ള അത് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഉദാഹരണം നോക്കുമ്പോൾ, അവിടെ കലാമുഹു കൽ അസലി ഫിൽ ഹലാവത്തി എന്ന ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മുർസലാണ്. അതോടൊപ്പം അത് മുഫസ്സലുമാണ്. എന്തുകൊണ്ടാണ് മുഫസ്സലായത്? ഫിൽ ഹലാവത്തി എന്ന വജ്ഹു ശിബ്ഹ് പറഞ്ഞതുകൊണ്ട്. ഇത് മുർസലുമാണ്, മുഫസ്സലുമാണ്. അപ്പൊ മുർസൽ, മുഫസ്സൽ എന്നാണ് ആ തശ്ബീഹിനെ കുറിച്ച് പറയുക. എന്തുകൊണ്ട് മുർസലായി? അതിൽ ക എന്ന അദാത്തു തശ്ബീഹ് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് മുഫസ്സലായി? അതിൽ ഫിൽ ഹലാവത്തി എന്ന വജ്ഹു ശിബ്ഹ് പറഞ്ഞിരിക്കുന്നു. നേർ മറുഭാഗത്തുള്ള ഉദാഹരണത്തിൽ കലാമുഹു അസലുൻ, അവിടെ ക എന്ന അദാത്തു തശ്ബീഹ് ഒഴിവാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അത് മുഅക്കദാണ്. അതോടൊപ്പം ഫിൽ ഹലാവത്തി എന്ന വജ്ഹു ശിബ്ഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മുഫസ്സലുമാണ്. അതുകൊണ്ട് മുഅക്കദ്, മുഫസ്സൽ എന്നാണ് ആ തശ്ബീഹിനെ കുറിച്ച് പറയുക. ഇനി നാലാമത്തേത് നോക്കാം. തശ്ബീഹുൽ മുജ്മൽ. ഹുവ മാ ഹുദിഫ മിൻഹു വജ്ഹു ശിബ്ഹ്. വജ്ഹു ശിബ്ഹ് ഒഴിവാക്കിയതിനെയാണ് തശ്ബീഹുൽ മുജ്മൽ എന്ന് പറയാം. കലാമുഹു കൽ അസൽ, ഫിൽ ഹലാവത്തി എന്നത് വെട്ടി ഒഴിവാക്കി. കലാമുഹു കൽ അസൽ, അവന്റെ സംസാരം തേൻ പോലെയാണ്. ഇത് തശ്ബീഹുൽ മുജ്മലാണ്. കാരണം വജ്ഹു ശിബ്ഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവാം, ഇത് മുർസലുമല്ലേ? കാരണം ഇതിൽ അദാത്തു തശ്ബീഹ് പറഞ്ഞിട്ടില്ലേ? ക എന്ന് പറഞ്ഞിട്ടില്ലേ? അദാത്തു തശ്ബീഹ് പറഞ്ഞതിനെ മുർസൽ എന്നല്ലേ പറയുക എന്ന് സ്വാഭാവികമായി സംശയമുണ്ടാകാം. ശരിയാണ്, അത് മുർസലുമാണ്. ഇത് മുർസലുമാണ്, അതേസമയം മുജ്മലുമാണ്. ഇനി ക ഒഴിവാക്കിയാൽ അത് മുഅക്കദാകും. കലാമുഹു അസലുൻ എന്ന് പറയുകയാണെങ്കിൽ അത് മുഅക്കദുമാകും. പക്ഷേ അതിൽ ചെറിയ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് മറ്റൊരു പേരുണ്ട്. മുഅക്കദ് മുജ്മൽ എന്ന് പറയുന്ന ഒരു ഇനമില്ല. അതിനെ തശ്ബീഹുൽ ബലീഗ് എന്നാണ് പറയുക. മുഅക്കദ് മുജ്മൽ. മുഅക്കദ് എന്ന് പറഞ്ഞാൽ ക ഒഴിവാക്കിയത് മുഅക്കദാണ്. മുജ്മൽ എന്ന് പറഞ്ഞാൽ വജ്ഹു ശിബ്ഹ് ഒഴിവാക്കിയതുമാണ്. അപ്പോൾ രണ്ടും കൂടി ചെയ്താൽ, ക ഒഴിവാക്കുകയും വജ്ഹു ശിബ്ഹ് ഒഴിവാക്കുകയും ചെയ്താൽ അതിനെ മുഅക്കദ് മുജ്മൽ എന്നല്ല പറയുക, തശ്ബീഹുൽ ബലീഗ് എന്നാണ് പറയുക. അതാണ് അഞ്ചാമത്തെ ഇനം. അതിന് വേറൊരു പേര് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഹുവ മാ ഹുദിഫ മിൻഹു വജ്ഹു ശിബ്ഹ് വ അദാത്തു തശ്ബീഹ്. അദാത്തു തശ്ബീഹും വജ്ഹു ശിബ്ഹും രണ്ടും കൂടി ഒഴിവാക്കിയതിനെ
തശ്ബീഹുൽ ബലീഗ് എന്നാണ് പറയുക. ഉദാഹരണം നോക്കാം. ഹുവ അസദുൻ, അവൻ സിംഹമാണ്. അവൻ സിംഹത്തെ പോലെയാണ് ധീരതയിൽ എന്നാണ് മുഴുവൻ പറയേണ്ടത്. പോലെ എന്ന അദാത്തു തശ്ബീഹ് ഒഴിവാക്കി, ധീരതയിൽ എന്ന വജ്ഹുശിബ്ഹും ഒഴിവാക്കി, രണ്ടും ഒഴിവാക്കി. അതിനെ തശ്ബീഹുൽ ബലീഗ് എന്നാണ് പറയുക. ഇങ്ങനെ തശ്ബീഹിനെ നമുക്ക് 5 ഇനമായിട്ട് വേർതിരിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം പരിശോധിക്കാം. തശ്ബീഹുൽ മുജ്മൽ, എന്താണ് തശ്ബീഹുൽ മുജ്മൽ എന്നാണ് ചോദ്യം. നമുക്ക് താഴെ മുതൽ വായിക്കാം. മാ ഹുദിഫ മിൻഹു മുശബ്ബഹ് ബിഹി, മുശബ്ബഹ് ബിഹി ഒഴിവാക്കിയതിനെയാണ് തശ്ബീഹുൽ മുജ്മൽ എന്ന് പറയുന്നത് എന്നാണ് ഡി പറയുന്നത്. മുശബ്ബഹിനെയോ മുശബ്ബഹ് ബിഹിയെയോ ഒഴിവാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഡി തെറ്റാണ്. മാ യുദ്കർ ഫീഹി വജ്ഹു ശിബ്ഹ്, വജ്ഹു ശിബ്ഹ് പറഞ്ഞതാണ്. മാ യുദ്കറു പറയപ്പെട്ടതാണ്, ഫീഹി അതിൽ വജ്ഹു ശിബ്ഹ്, വജ്ഹു ശിബ്ഹ് പറഞ്ഞതിനെയാണോ മുജ്മൽ എന്ന് പറയുന്നത്? അല്ല, വജ്ഹു ശിബ്ഹ് പറഞ്ഞതിനെ മുഫസ്സൽ എന്നാണ് പറയുന്നത്. മാലം, ഇനി ബി നോക്കാം. മാലം യുസർരിഹ്, മാലം യുസർറഹ് ഫീഹി ബിദിക്രി അദാത്ത് തശ്ബീഹ്, അദാത്തു തശ്ബീഹ് പ്രസ്താവിക്കാത്തത്. മാലം യുസർറിഹ് പ്രസ്താവിക്കാത്ത, അല്ലെങ്കിൽ മാലം യുസർറഹ് ഫീഹി എന്ന് പറഞ്ഞാൽ പ്രസ്താവിക്കാത്തത്, പറയാത്തത്. ബിദിക്രി അദാത്തു തശ്ബീഹ്, അദാത്തു തശ്ബീഹ് വ്യക്തമായിട്ട് പറയാത്തത്, അതാണ് മുജ്മൽ എന്നാണ് പറയുന്നത്. അതിനെ മുജ്മൽ എന്നല്ലല്ലോ പറയുന്നത്, അതിനെ അദാത്തു തശ്ബീഹ് പറയാത്തതിനെ മുഅക്കദ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ എ ആയിരിക്കും ശരി. മാലം യുസർറഹ് ഫീഹി ബിദിക്രി വജ്ഹു ശിബ്ഹ്, വജ്ഹു ശിബ്ഹ് പറയാത്തതിനെയാണ് തശ്ബീഹുൽ മുജ്മൽ എന്ന് പറയുന്നത്. അപ്പോൾ എ ആണ് ശരിയായ ഉത്തരം.